ചാനൽ. അപ്പം എൻ്റെ കൂടെ മീനുണ്ട്. നമ്മളന്ന് ഗുലാബ് വെക്കാൻ ചെയ്യാൻ പോകണം. മീൻസ് ഗുലാബ് ഉണ്ടാക്കാൻ പോകണം. അതിൻ്റെ മുന്നേ നമ്മൾ ഗുലാബ് ആദ്യം ഉണ്ടാക്കി വെച്ച് വാങ്ങിയതല്ല, ഉണ്ടാക്കി വെച്ച് നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഇതിൻ്റെ അമ്മ ഉണ്ടാക്കിയാണ്. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യണം. നമുക്ക് ഇതാവണ്ടേ അതുകൊണ്ട് മീനോട് കൂടി നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. നിങ്ങളിപ്പോൾ കണ്ടില്ലേ നമുക്കില്ലേ നമുക്കിനി ഉണ്ടാക്കണം. വീട്ടിൽ പോയിട്ട് നോക്കി നിങ്ങൾക്ക് കണ്ടിലൊക്കെ മതി. അത് ഏച്ചി കൊള്ളണ്ട. രണ്ട് സ്ഥലത്ത് ഏച്ചി കാപ്പി കൊള്ളാം. നമുക്ക് ഉണ്ടാക്കാം. അത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് മുന്നേ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാൻ പോവാണ്. ഫസ്റ്റ് 2-3 ബ്രെഡ് ഞാൻ ആദ്യം ഉണ്ടാക്കിയാണ്. അപ്പോൾ 2 ബ്രെഡ് എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പുറ ഭാഗം എടുക്കാം, അല്ലെങ്കിൽ ഉള്ള ഭാഗം ഉള്ളതിൻ്റെ വൈറ്റ് ഭാഗം എടുക്കാം. ഞങ്ങൾ ഫുള്ള് എടുക്കുന്നത്. പിന്നെ ജാറ് അതിലേക്ക് നിങ്ങൾ ബ്രെഡ് മൊത്തമായിട്ട് ഇട്ടാൽ വേണ്ടവർക്ക് ഉള്ളിട്ടാൽ മതി. പിന്നെ പാല് വേണം. പിന്നെ എന്താ വേണ്ടത്, എന്താ പറയുന്നത്, പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഇട്ട്. പിന്നെ ഏലക്കായ് വേണ്ടേ, ഏലക്കായ്. ഇനി വേറെ എന്തെങ്കിലും വേണം, പഞ്ചസാര. ഇത്രയൊക്കെ മതി നമ്മൾ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ കിട്ടും. നമ്മളിതിലേക്ക് ബ്രെഡ് ഇങ്ങനെ പൊടിച്ചിട്ട് വെച്ചു. പൊടിച്ചതല്ല, കുഞ്ഞായിട്ട് ഇതാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ജാറിൽ മിക്സിയിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കാം. നമുക്കിനി ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ആക്കി കടിക്കേ. മതിയോ? നമുക്കിനി തുറന്നു നോക്കാം. 3, 2, 1 സ്റ്റാർട്ട്. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് എന്ന് വെച്ചാൽ സാധാ പാത്രത്തിലേക്ക് നമ്മൾ വെക്കാം. മൊത്തമായിട്ടും ഇങ്ങനെ സൈഡ് ആക്കിക്കാം. നമുക്ക് ഇതിലേക്ക് പാത്രത്തിലാക്കി ഇനി കുറച്ച് പാൽ ഒഴിച്ചെടുക്കാം. ഒരു ലോഡൊന്നും വേണ്ട, അത് കൂടുതൽ മതിയോ? കൈ കൊണ്ട് കുഴച്ച് നോക്കാം. ഓക്കെ, കുഴച്ച് നോക്കാം, എന്നിട്ട് വേണം വയ്ക്കാൻ. നമുക്ക് കൈ ഒന്ന് നോക്കാം. എന്താ തണുപ്പ് മോളെ. നമ്മളിതിലേക്ക് ഏലക്കായ് പൊടിച്ചിട്ടുണ്ട്. കൈ മരുന്ന് നമ്മൾക്ക് ഇപ്പോൾ പാലൊഴിച്ച് കൂടി പോവുകയാണെങ്കിൽ ഒന്നും കൂടി ഇടാം. നമ്മളിതാ ഒന്നും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിങ്ങനെ ഇങ്ങനെ കുഞ്ഞു പീസാണ്. സൈഡ്